ഹായ് ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു Indo-Italian ഡിഷസ്. ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഭയങ്കര ചൂടാകട്ടോ, അതുകൊണ്ട് തന്നെ ഞാൻ ഓർത്തു ഇത് നല്ലൊരു സ്മൂത്തി ഉണ്ടാക്കാമെന്ന്. അത് വേറെ ഒന്നുമല്ല, എക്സോട്ടിക് ഫ്രൂട്ടായ അനനാസ് കൊണ്ട്, അതല്ല പൈനാപ്പിൾ കൊണ്ട് ഈസി ആയിട്ടൊരു സ്മൂത്തി. ഇതിന് 100 ഗ്രാംസ് അനനാസ് വേണം, 150 ml ഒരു യോഹർട്ട് വേണം. അത് ഏത് ഫ്ലേവർ ആയാലും മതി. ഇനിയിപ്പോൾ അതില്ല എന്നുണ്ടെങ്കിൽ സാരമില്ല. നമ്മുടെ നാട്ടിലെ കട്ടത്തൈര്, അധികം പുളിക്കാത്ത തൈരിൽ ഒരു 2 വലിയ തവി, 2 ടീസ്പൂൺ ഹണി വേണം, തേൻ വേണം. 3 സാധനം മതി നമുക്ക് സ്മൂത്തി ഉണ്ടാക്കാനായിട്ട്. എളുപ്പമാണ്, നമുക്കത് സ്മൂത്തിയാക്കി എടുക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് സ്മൂത്തിക്കായിട്ടുള്ള സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. ആദ്യമായിട്ട് 100 ഗ്രാംസ് പൈനാപ്പിൾ ഇടാം. യോഹർട്ട് എടുത്ത് വെച്ചിരിക്കുന്ന യോഹർട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ട് ടീസ്പൂൺ ഹണി ഇടാം, ഒഴിക്കാം. ഇനി നമുക്കിത് ഈ മിക്സ് മൂന്നൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അടിച്ചെടുക്കണം. പൈനാപ്പിൾ സ്മൂത്തി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. കണ്ടോ, അത് പൈനാപ്പിൾ അടിച്ചേക്കുന്നത് പോലും അറിയത്തില്ല. നല്ല സ്മൂത്തായിട്ടുണ്ട്, നല്ല കളർഫുള്ളുമാണ്. ഇതിൻ്റെ പുറത്ത് ഒരു നല്ലൊരു മിൻറ്റ് ലീഫ് വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇത് ഭംഗിക്കാം കേട്ടോ, വേണ്ടത് മാത്രം ചെയ്ത് വെച്ചാൽ മതി. ഇതൊരു നല്ല ഹെൽത്തി ഡ്രിങ്കാണ്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം യോഹർട്ട് വെച്ച് റെയറായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത് സ്മൂത്തി ഉണ്ടാക്കിയിരിക്കുന്നത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലൊരു ഡ്രിങ്കാണ്. എൻ്റെ ഈ ചാനലിൽ പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ പ്രൊമോട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം അടുത്ത ഒരു വെറൈറ്റി ഡിഷുമായി വരുന്നവരെ വരെ എല്ലാവരും സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ ബൈ.